ഞാനിപ്പോൾ നിൽക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപീകരിച്ച ഏറ്റവും വലിയൊരു IT പാർക്കാണ്. യെസ്, ട്രിവാൻഡ്രത്തെ ടെക്നോ പാർക്ക്, വിച്ച് മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്വന്തം കമ്പനി സ്ഥിരീകരിക്കുന്ന എൻ്റെ സാമ്രാജ്യം. യെസ്, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചരിത്രവും പുരാണവും ഒക്കെ ഞാൻ ഏകദേശം പറഞ്ഞു. എനിക്കും അധികം അറിയണ്ടായിരുന്നില്ല. ഞാനും വിക്കിപീഡിയ നോക്കി പഠിച്ചതാണ്. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് എന്താണ് ഈ ടെക്നോ പാർക്ക് എന്ന് പറഞ്ഞുതരാം. സോ 1990 EK നയനാർ ഉണ്ടായിരുന്ന സമയത്ത് രൂപീകരിച്ച ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ടെക്നോ പാർക്ക്. എന്തുകൊണ്ട് ട്രിവാൻഡ്രം ജില്ലയിലൊരു ടെക്നോ പാർക്ക്, IT പാർക്ക് കൊണ്ടുവന്നുകൂടാന്നുള്ളത്. അതിനുശേഷം അവരുടെ മന്ത്രിസഭ വീഴുകയും അതിനുശേഷം വരുന്നതായിരുന്നു K കരുണാകരൻ. അങ്ങനെ എന്താണ് EK നയനാർ ബാക്കി വെച്ചത്, അത് ഒരു മടി കൂടാതെ ഏറ്റെടുത്ത് നടത്തിയതായിരുന്നു K കരുണാകരൻ. അങ്ങനെ ഈ ടെക്നോ പാർക്കിൻ്റെ ഒരു വളർച്ചയ്ക്ക് മെയിൻ റീസൺ എന്ന് പറയുന്നത് K കരുണാകരൻ തന്നെയാണ്. അങ്ങനെ 1991 മാർച്ച് 30 ഇതിൻ്റെ കൺസെപ്റ്റ് പാസ്സാവുകയും അങ്ങനെ നീണ്ട 3 കൊല്ലത്തിന് ശേഷം 1994 അന്നത്തെ ITയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മിനിസ്റ്ററായിട്ടുള്ള PK കുഞ്ഞാലിക്കുട്ടിയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. അന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്തെങ്കിലും അതിനുശേഷം 1 വർഷവും 3 മാസം കഴിഞ്ഞിട്ടുള്ള നവംബർ 18 1995 ഇത് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തത്. പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്ത് എല്ലാവരും ജോബ് അപ്ലൈ ചെയ്ത് വരുന്നത് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ കമ്പനിയിലായിരുന്നു. അത് പമ്പ എന്ന് പറയുന്ന ബിൽഡിങ്ങിലായിരുന്നു. സോ ദിസ് ഇസ് എ ഷോർട്ട് ഹിസ്റ്ററി അബൌട്ട് ടെക്നോ പാർക്ക്. ഈ ടെക്നോ പാർക്കിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ദിസ് വീഡിയോ ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ ഇൻ ടെക്നോ പാർക്ക്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മെയിൻലി കാണേണ്ട ആൾക്കാർ ഈ ടെക്നോ പാർക്ക് ഏതാണെന്ന് അറിയാത്തവരും ഇതിൻ്റെ അകം കണ്ടിട്ടില്ലാത്തവരും അതുപോലെ കണ്ടിട്ടുള്ളവർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുന്ന് ഏതെങ്കിലും വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കോ അമ്മമാർക്കോ അച്ഛന്മാർക്കോ ഒക്കെ കാണിച്ചു കൊടുക്കാം. അമ്മേ അച്ഛാ ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. സോ അതാണ് എൻ്റെ ഈ ഒരു വീഡിയോയുടെ കോൺസെപ്റ്റ്. ഇൻ കേസ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം കേട്ടോ. സോ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോയി എന്തൊക്കെയാണ് ടെക്നോ പാർക്ക് ഉള്ളതെന്ന് ഞാൻ ഷോർട്ട് വ്ളോഗ് ചെയ്തുതരാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, തുടങ്ങുമ്പോൾ എന്തായാലും എൻ്റെ ബിൽഡിംഗ് വെച്ച് തുടങ്ങണമല്ലോ. ഇതാണ് എൻ്റെ ബിൽഡിംഗ്. ദിസ് ഈസ് തേജസ്വിനി ബിൽഡിംഗ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതെൻ്റെ പേരാണ് തേജസ്വിനി. സോ ഇതിൻ്റെ 3ാമത്തെ ഫ്ലോറിലാണ് ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. സോ ദിസ് ഈസ് സോ കോൾ തേജസ്വിനി. പക്ഷേ ഇതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം കണ്ടോ എൻ്റെ പിറകിൽ? ഇതാണ് ഭവാനി. ഒരു അമ്മ പെറ്റ മക്കളാണെന്നേ പറയത്തുള്ളൂ. രണ്ടും ഒരുപോലെ ഇരിക്കും. അതിൻ്റെ ഫ്രണ്ടേജ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഭവാനി ബിൽഡിംഗ്. നേരെ കണ്ടോ, അതാണ് എൻ്റെ സ്വന്തം ബിൽഡിങ്ങായ തേജസ്വിനി. ശരിക്കും പറഞ്ഞാൽ ഈ ട്വിൻ ടവേഴ്സ് മലേഷ്യയിലുള്ളതുപോലെയാണ് ഇവിടെ നമുക്ക് ട്വിൻ ടവേഴ്സ് പോലെ ഭവാനിയും തേജസ്വിനിയും ഉള്ളത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ ഇരിക്കും. ജസ്റ്റ് ബൈ നെയിം ആൻഡ് ഫ്ലോറാണ്. ഇത് ഭവാനി എന്ന് പറയുന്നത് 6 ഫ്ലോഴ്സും തേജസ്വിനി എന്ന് പറയുന്നത് 7 ഫ്ലോഴ്സുമാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് മാത്രമേ ഈ 2 ഫ്ലോറിലുള്ളൂ. ആക്ച്വലി ഞാൻ ഭവാനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഭവാനി ഞാൻ വർക്ക് ചെയ്യുന്നത് എന്നായിരുന്നു 2023 ഞാൻ ഭവാനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ തേജസ്വിനിയിൽ മൂവ് ആവുന്നത്. സോ അങ്ങനെയാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഈ 2 ബിൽഡിങ്സ് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് രണ്ടും കാണിച്ചതെന്നാണ് വിചാരിച്ചത്. ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കിപ്പോൾ കാണാം. ഓക്കെ, ഈ പറഞ്ഞ ഭവാനിയുടെ തന്നെ തൊട്ട് താഴെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സോ ഒരു തരം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡൻ ഏരിയ കണ്ടോ, അതിലോ ടെക്നോ പാർക്ക് എന്നൊക്കെ എന്ത് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഗാർഡൻ്റെ ഇടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, അവിടെ വേസ്റ്റാണ്. പക്ഷേ അത് നോക്കണ്ട, ഇവിടെ കുറേ ബെഞ്ചസ് ഇട്ടിട്ടുണ്ട്. ദീസ് ബെഞ്ചസ് ആർ ഫോർ ദ IT പ്രൊഫഷണൽസ്. ലൈക്ക് ആരെങ്കിലും ടയേർഡായിട്ടോ അല്ലെങ്കിൽ വെറുതെ ലൈക്ക് കുറേ പണിയൊക്കെ എടുത്തിട്ട് ഒന്ന് ആശ്വസിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. മെയിൻലി അങ്ങനെയാണ് ഇതിൻ്റെ രൂപീകരണമെങ്കിലും കൂടുതൽ ഞാൻ കാണാറുള്ളത് കപ്പിൾസൊക്കെയാണ് വന്നിരിക്കാറ്. പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ കപ്പിൾസൊക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിരിക്കാം. അല്ലാത്തവർക്ക് ഇത് എന്നെപ്പോലെ ഇങ്ങനെ വ്ളോഗ് എടുത്ത് നടക്കാം. അടുത്ത സാധനം കാണിച്ചു തരാം മനുഷ്യനെ വശിപ്പിക്കാനായിട്ട്. ആ കാണുന്ന ഭവാനിയും അതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന ബെഞ്ചും എൻ്റെ സ്വന്തം ബിൽഡിങ്ങായ തേജസ്വിനിയും നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ ഒരു ടവർ. ആക്ച്വലി നമ്മുടെ ഈ ഹൈവേ ഉണ്ടല്ലോ, നാഷണൽ ഹൈവേ എന്നൊക്കെ നിങ്ങൾ പോകുന്ന സമയത്ത്, നിങ്ങൾ ഒരു ആറ്റിങ്ങൽ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ തിരിച്ചോ അങ്ങോട്ട് എങ്ങനെ വരുന്ന സമയത്ത് കഴക്കൂട്ടത്തെ ആ പാലത്തിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടവർ കാണാൻ പറ്റും. ദിസ് ടവർ ഈസ് ആക്ച്വലി ഫേമസ് ടെക്നോ പാർക്കിൻ്റെ ഒരു ഇതിൽ. കാരണം എല്ലാവർക്കും അറിയാവുന്നത് അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൂടെ പോകുന്ന എല്ലാവർക്കും മെയിൻലി മനസ്സിലാവുന്ന ടെക്നോ പാർക്കിൻ്റെ ഒരു ഐഡിയൽ ഒരു സംഭവം ഇതാണ്. നിങ്ങൾ ഏതൊരു ടെക്നോ പാർക്കിൻ്റെ ഒരു ഇമേജ് എടുത്ത് നോക്കിയാലും ഈ സാധനം വടി പോലെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു ടവറിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർക്ക് സെൻറ്റർ ഉണ്ട്. ഇത് പാർക്ക് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കമ്പനീസൊക്കെ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഒരു കോൺഫറൻസ് റൂമും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഞാൻ അതിന് മാത്രമേ അവിടെ പോയിട്ടുള്ളൂ. അവിടെ വേറെ എന്തെങ്കിലും കമ്പനീസ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. കാരണം ഞാനൊരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ മാത്രമേ അവിടെ പോയിട്ടുള്ളൂ, അല്ല എന്തുണ്ടെന്ന്.
എനിക്ക് സത്യമായിട്ടും അറിയില്ല. സോ അടുത്ത സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ആംബി തിയേറ്ററാണ്. ആംബി തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയാണ് നമ്മുടെ മിക്ക പരിപാടീസ് നടക്കുന്നത്. ഇപ്പോൾ DJ പാർട്ടീസ് ആണെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ വേൾഡ് കപ്പ് മാച്ചൊക്കെ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് കോമൺ ഫോർ ഓൾ കമ്പനീസ്. അങ്ങനെ ഇന്ന കമ്പനീസിന് മാത്രമല്ല, ആര് ബുക്ക് ചെയ്യുന്നു അവർക്ക് ഇവിടെ പരിപാടി അവതരിപ്പിക്കാം. നമ്മുടെ ഗൈഡ് ഹൗസ് ഇവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാത്ത കുറേ കമ്പനീസും അലയൻസും മാറാടിയും ഒക്കെ ഇവിടെ എന്താ പറയുക പരിപാടീസൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. DJസും കാര്യങ്ങളും, വിനീത് ശ്രീനിവാസനും അങ്ങനെ എല്ലാവരും വന്നിട്ടുള്ള ഒരു ആംബി തിയേറ്ററാണ്. സോ ഇവിടെ ആയിരിക്കും നമ്മളെല്ലാവരും വന്നിട്ട് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുക. സോ ദിസ് ഈസ് ആക്ച്വലി ഹ്യൂജ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ആക്ച്വലി ഞാൻ ഇന്നപ്പോൾ ഇത്രയും സ്ഥലവും കൂടെ കവറപ്പായി. സോ ഇത്രയും ഉണ്ട് കേട്ടോ. ഇവിടെ വലിയൊരു പ്രോഗ്രാം നടത്താൻ പറ്റുന്ന രീതിക്ക് കുറച്ച് പരിപാടി ഇവിടെ തന്നെ ഉണ്ട്. സോ നമുക്കിനി അടുത്ത ബിൽഡിംഗ് ആണ്. ആ ബിൽഡിംഗ് നിങ്ങളത് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബ്രിഗേഡിൻ്റെ കമ്പനിയാണ്. ഇവിടെ ആക്ച്വലി ബ്രിഗേഡ് എന്ന് പറഞ്ഞ കമ്പനി മൊത്തത്തിൽ UST ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. USTയിലെ ആൾക്കാരായിരിക്കും ഇവിടെ മൊത്തം വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല, എൻ്റെ അടുത്ത് പോലും പോയിട്ടില്ല. ഞാനും നിങ്ങളുടെ കൂടെ ഒരുമിച്ചായിരിക്കും ഇപ്പോൾ പോയി ഈ ബ്രിഗേഡ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടേജ് കാണാൻ പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ല. സോ അത് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ബ്രിഗേഡ് ബിൽഡിംഗ്. സോ ഈ ബ്രിഗേഡ് ബിൽഡിംഗ് ഇപ്പോൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏകദേശം ഒരു 1 month ആവുന്നുള്ളൂ ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ പൂർത്തീകരിച്ചത്. ഓപ്പൺ, പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഓപ്പൺ ആയിട്ടില്ല. നോബഡി ഈസ് വർക്കിംഗ് ഹിയർ. പക്ഷേ ഇതാണ് ബ്രിഗേഡ് സ്റ്റോർ. ഇവിടുത്തെ കുറച്ചും കൂടെ എന്താ പറയുക, ഒരു ഹൈ റേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഞാൻ കാണിച്ചിട്ടുണ്ട് ഫ്രണ്ടേജൊക്കെ. സോ ദിസ് ഈസ് ദ ഫ്രണ്ടേജ് വി ഹാവ്. സോ ദിസ് ഈസ് ദ ബ്രിഗേഡ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുറച്ചും കൂടെ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ളൊരു ബിൽഡിംഗാണ് ഇത്, ബ്രിഗേഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ ഇവിടെയൊക്കെ വർക്കേഴ്സ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഫുൾ കഴിഞ്ഞിട്ടില്ല. ഇനിയും കുറച്ച് പണിയൊക്കെ ഇവിടെ പെൻഡിങ് ആണ്. ഞാൻ അടുത്ത ബിൽഡിംഗ് കാണിച്ചു തരാം. ഈ ബിൽഡിംഗ് ഞാൻ കയറിയിട്ടുമില്ല, ഞാൻ അതിന് കണ്ടിട്ടുമില്ല. കാരണം ഈ വഴി ഞാൻ പോകാറില്ല. കാരണം ഞാൻ വേറെ ഫ്രണ്ടേജ് വഴിയാണ് പോകുന്നത്. ഇത് ബാക്കേജ് വഴിയാണ്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനൊക്കെ നിൽക്കുന്നില്ല, ഇത് ആക്ച്വലി ബാക്ക് എൻഡാണ്. നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റാണ്. ഞാൻ ബാക്ക് ഗേറ്റ് വഴി വരുന്നത് വളരെ കുറവാണ്. ഞാൻ ഫ്രണ്ട് ഗേറ്റ് വഴിയാണ് എപ്പോഴും വരുന്നത്. കാരണം എനിക്ക് അവിടെ നിന്ന് അടുത്ത് എൻ്റെ തേജസ്വിനി ബിൽഡിങ്ങിലേക്ക് പോകാൻ. അപ്പോൾ ഞാൻ അടുത്ത ബിൽഡിംഗ് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് 5ാമത്തെ ബിൽഡിംഗ്, ഇവിടുത്തെ ചന്ദ്രഗിരി എന്ന് പറയും. സോ ഇതാണ് ടെക്നോ പാർക്കിലെ 5ാമത്തെ ബിൽഡിംഗ് ആയിട്ടുള്ള ചന്ദ്രഗിരി. ഈ ചന്ദ്രഗിരി ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ് എന്ന് പറയും. ദിസ് ഇസ് ക്വസ്റ്റ് എന്ന് പറയുന്നൊരു ബിൽഡിംഗ്. ക്വസ്റ്റിൻ്റെ തന്നെ ഒരു കമ്പനി, ക്വസ്റ്റ് ഗ്ലോബൽ എന്ന് പറയും. ആ കമ്പനി മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചന്ദ്രഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻലി എല്ലാ കമ്പനീസും ഏകദേശം വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കമ്പനീസും ഇതിൻ്റെ അകത്ത് ഏകദേശം ഉണ്ട്. പക്ഷേ ഇവിടെ ക്വസ്റ്റ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റിൻ്റെ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ട ബ്രിഗേഡ് സ്ക്വയറിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബിൽഡിംഗ് മാത്രം വരുന്നത്. ഗൈസ്, ഇതാണ് 6ാമത്തെ ബിൽഡിംഗ്, ഒറാക്കിൾ ആക്ച്വലി ഒരു കമ്പനിയുമാണ്. പക്ഷേ ഇവിടെ ആളും അനക്കൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ വന്നിട്ടുള്ള സമയത്തൊക്കെ ഇവിടെ വലിയതായിട്ട് ആൾക്കാരൊന്നും കണ്ടിട്ട് ഒരു ഭ്രാന്താലയം പോലെ കിടക്കും. ഞാൻ ഇതുവരെ ഈ വഴി കൂടെ ഞാൻ ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ബിൽഡിങ്ങിൽ നിന്ന് ആരെങ്കിലും ഇറങ്ങി വരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്കറിയില്ല. ഐ എം സോറി ഇഫ് എനിബഡി ഈസ് വർക്കിംഗ് ഹിയർ, എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇവിടെ ആരും വർക്ക് ചെയ്യുന്നതായിട്ടോ ഞാൻ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഈ വഴി പാസ് ചെയ്യുമ്പോൾ മാത്രമേ നിൽക്കാറുള്ളൂ. ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് ഇവിടെ ആരും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. സോ മേ ബി ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, ബട്ട് ഐ ഡോണ്ട് നോ. ഇൻ കേസ് എനിബഡി ഈസ് വർക്കിംഗ് ഹിയർ ആൻഡ് സീയിങ് ദിസ് വീഡിയോ, പ്ലീസ് കമൻറ്റ് ഡൗൺ. അതാകുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ആളും എനക്ക് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു ടോപ്പ് ഏരിയയിൽ ഏകദേശം ബിൽഡിംഗ് ഒക്കെ കഴിഞ്ഞു. ബാക്കി കുറച്ച് ബിൽഡിങ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നേരത്തെ ഞാൻ പറഞ്ഞ ബാക്ക് ഗേറ്റ് ഇതാണ് കേട്ടോ. ഇതുവഴിയാണ് ബാക്കി കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ 2 ഗേറ്റ്സാണ് നമുക്കുള്ളത്, ഫ്രണ്ട് ഗേറ്റും ബാക്ക് ഗേറ്റും. അങ്ങനെ 2 ഗേറ്റ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കമ്പനിയും കൂടെ പറയാൻ വിട്ടുപോയി. ആക്ച്വലി മുകളിൽ ഇനി ഒരു കമ്പനിയും കൂടെ ഉണ്ട്. കമ്പനിയല്ല, ഐ മീൻ ഒരു ബിൽഡിംഗ് കൂടെ ഉണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ പേരാണ് പമ്പ ബിൽഡിങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ അത് തന്നെ വിട്ടുപോവുകയും ചെയ്തു. ആ പമ്പ ബിൽഡിങ്ങിനാണ് ആദ്യത്തെ കമ്പനി വരുന്നതെന്നാണ് വിക്കിപീഡിയ പറയുന്നത്, എനിക്കറിയില്ല. സോ ആ ബിൽഡിംഗ് കൂടെ കാണിച്ചിട്ട് നമുക്ക് താഴെ പോകാം. ആക്ച്വലി നിങ്ങൾ പേരൊക്കെ കേൾക്കുന്നില്ലേ, പമ്പ, തേജസ്വിനി, ഭവാനി, ചന്ദ്രഗിരി. അപ്പോൾ ഈ ബിൽഡിങ്സൊക്കെ ആക്ച്വലി പറയുന്നുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക, ഒരു റിവറിൻ്റെ ബേസിസിലാണ് എല്ലാത്തിനും പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എല്ലാ ബിൽഡിങ്ങിൻ്റെയും പേരിടുന്നത്. ഞാൻ പോകുന്ന വഴി കണ്ട ഒരു സംഭവമാണ് ഈ മാഗി സ്റ്റേഷൻ അല്ലെങ്കിൽ മാഗി പോയിൻറ്റ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത്, ആക്ച്വലി പറയുകയാണെങ്കിൽ 2023 ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇത് വലിയൊരു വികാരമായിരുന്നു എല്ലാവർക്കും. ഇവിടെ വന്ന് മാഗി കഴിക്കാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. ലൈക്ക് നോട്ട് എവറി ഡേ, പക്ഷേ അറ്റ്ലീസ്റ്റ് കഴിക്കുമായിരുന്നു. പക്ഷേ ഇന്നിവിടെ വർക്കിംഗ് അല്ല ഇൻ ദ സെൻസ് ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആയി. കാരണം ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ ദിസ് ഇസ് സംതിങ് കൈൻഡ് ഓഫ് എ നൊസ്റ്റാൾജിക് ഏരിയ ഫോർ മീ. കാരണം നമ്മൾ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇപ്പോൾ ആ പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഓരോ സ്ഥലത്താണ്.
പക്ഷേ ഇവിടെ വന്ന് നമ്മൾ കുറേ മാഗി കഴിക്കുമായിരുന്നു. സോ അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഞാൻ പമ്പ ബിൽഡിംഗ് എത്തി, ഞാൻ പമ്പ ബിൽഡിംഗ് കാണിച്ചത് ഇത് നേരെ കാണുന്നുണ്ടോ, വിച്ച് മീൻസ് ഈ ഭവാനിയുടെ തന്നെ സൈഡിലായിട്ടാണ് ഈ പമ്പ ബിൽഡിംഗ്. ഇതാണ് പമ്പ ബിൽഡിംഗ്. ഈ പമ്പ ബിൽഡിങ്ങിലാണ് ആദ്യമായിട്ട് കമ്പനി വന്നതെന്ന് പറയുന്നത്. എനിക്കറിയില്ല, കാരണം ഞാൻ ഇതൊക്കെ വിക്കിപീഡിയ നോക്കി പറയുന്നുണ്ടോ, എനിക്കിത് എപ്പോഴാണ് വന്നത് എങ്ങനെ വന്നതെന്നും എനിക്കറിയില്ല. സോ മോസ്റ്റ് പ്രോബബ്ലി ഇവിടെ ആയിരിക്കണം ആദ്യത്തെ കമ്പനി ഉണ്ടായിരുന്നിരിക്കാം. സോ പമ്പ ബിൽഡിങ്ങിൽ നമ്മുടെ ശ്രീയും ജിജിനൊക്കെ ഇല്ലേ, അവരൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടില്ല. സോ ഇതാണ് നമ്മുടെ പമ്പ ബിൽഡിംഗ്. ആൻഡ് ദിസ് ഈസ് ഒരു ശില്പിയാണ് ഇത് പണ്ടുണ്ടാക്കി. ഇതുപോലെ കുറേ ശില്പങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ടെക്നോ പാർക്കിൽ തന്നെ കുറേ എണ്ണം കാണാൻ പറ്റും. താഴെ പോകുമ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് പമ്പ ബിൽഡിംഗ്. അതിൻ്റെ ഫ്രണ്ടേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഒരു അമ്മ വെച്ച മക്കൾ ഈ ഭവാനി, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു തേസിൻ്റെ ഉണ്ടെന്ന്. ശരിക്കും അതൊന്നും അല്ല കേട്ടോ. ഇവിടെ കണ്ടോ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ നോക്കി. നിങ്ങൾ ഒന്ന് അങ്ങോട്ട് നോക്കി. ഇത് രണ്ടും ഒരുപോലെ അല്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഭവാനിക്ക് തേസിനിക്കും കുറച്ചെങ്കിലും മാറ്റം ഉണ്ടെന്ന് പറയാം. പക്ഷേ ഈ രണ്ട് ബിൽഡിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് പമ്പ, നേരത്തെ കണ്ട പമ്പയും, ഈ ബാക്കിൽ ഇപ്പോൾ കാണുന്നത് പെരിയാറ. ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിരുന്നു പോലും 3 വർഷം ജോലി ചെയ്തിട്ട് എനിക്കറിയില്ലായിരുന്നു. സോ ഇതാണ് പമ്പ എന്ന് പറയുന്ന ബിൽഡിങ്ങും ഇതാണ് പെരിയാർ എന്ന് പറയുന്ന ബിൽഡിങ്ങും. എല്ലാം ഒരുപോലെ ഇരിക്കുന്നില്ലേ? വെരി മച്ച് സിമിലർ. ഇനി ബാക്കി ബിൽഡിംഗ് ഇനി എല്ലാം താഴെയാണ്. താഴെ പോയി ഞാൻ കാണിച്ചു തരാം. അതൊക്കെ ഇനി എല്ലാം അവരെന്നെ സെൽഫ് ഓൺ ചെയ്യുന്ന കമ്പനീസാണ്. അപ്പോൾ ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് ഔട്ട്ഡോറുള്ള ഒരു എന്താ പറയുക, ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ടെക്നോ ബൈറ്റ്സ് എന്ന് പറയും. ഇവിടെ ഞാൻ കുറേ തവണ വന്നിട്ടുള്ളതാണ്. ആക്ച്വലി ഇതിപ്പോൾ വന്നിട്ട് ഏകദേശം ഒരു 1 ഇയർ ആവുമെന്ന് എനിക്കറിയില്ല. ഏകദേശം എന്തായാലും 1 ഇയറിൻ്റെ അകത്തുള്ളൊരു സമയമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടെക്നോ ബൈറ്റ്സ്. നമ്മൾ നേരത്തെ കണ്ട ഈ ശില്പം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെയല്ല കേട്ടോ. ശില്പം വേറെ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ തൊട്ട് സൈഡിലാണ് ഈ ടെക്നോ ബൈറ്റ്സ് വരുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്തുള്ള മൊത്തം പരിപാടി. ഇനി നമുക്ക് താഴെ പോവാം. താഴെ പോകണം, എനിക്കിനി വണ്ടി എടുക്കണം. വണ്ടി എടുത്ത് പിന്നെ താഴെ പോകണം. ഫുൾ പണിയാണ് ഗൈസ്. അപ്പോൾ നേരെ നമുക്ക് താഴെ പോവാം. ആക്ച്വലി ഇനിയും കുറേ ബിൽഡിങ്സ് ഉണ്ട് നമ്മുടെ താഴത്തെ ഒരു ഇതായിട്ട്, ഗ്രൗണ്ട് ലെവൽ. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു മല മുകളിലാണ് ഞാനിപ്പോൾ കാണിച്ച എല്ലാ ബിൽഡിങ്സും നിൽക്കുന്നത്. ഇനി ഗ്രൗണ്ട് ലെവൽ ഇതേപോലെ കുറേ ബിൽഡിങ്സ് ഇനിയുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ കാണിക്കാം. ഈ വീഡിയോയുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ടെക്നോ പാർക്കിൻ്റെ ആ വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ അത്രേ ഉള്ളൂ ഇത്. ഞാൻ ആക്ച്വലി കുറേ ബിൽഡിങ്സൊക്കെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പണ്ടത്തെ സ്ത്രീകളൊക്കെ പറയുന്ന പോലെ വീട് വിട്ട ക്ഷേത്രം, ക്ഷേത്രം വിട്ട വീടെന്ന് പറയുന്നൊരു അവസ്ഥ എൻ്റെത്. ഞാൻ വീട് വിട്ട ഓഫീസ്, ഓഫീസ് വിട്ട വീട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കമ്പനീസ് ഒന്നും ഞാൻ നോക്കിയിട്ടുമില്ല. വേറെ ബിൽഡിങ്സും ഞാൻ കണ്ടിട്ടുമില്ല. സോ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇനി അടുത്ത വീഡിയോ പാർട്ട് വരുന്നവരേക്കും നിങ്ങൾ സ്റ്റേ ട്യൂൺ. ആൻഡ് അണ്ടിൽ ദെൻ, it's bye bye from Subhan.